കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എത്ര നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതല്ലേ ചേച്ചി? ഏട്ടൻ ചേച്ചി ഇവിടെ നിർത്തിയിട്ട് പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നെ ഇവിടെ നിർത്തിയിട്ട് പോവാൻ തീരെ മനസ്സുണ്ടായിട്ടല്ല ഏട്ടൻ അങ്ങനെ ചെയ്തത്. പിന്നെ നിനക്കൊരു ധൈര്യം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട. അവനിവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതല്ലേ. ഒറ്റയ്ക്കാവുമ്പോ നിന്റെ മനസ്സിൽ അരുതാത്ത ചിന്തകൾ എന്തെങ്കിലും തോന്നിയാലോ എന്ന് ഏട്ടനൊരു പേടി. അതുകൊണ്ടാ എന്നോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞ. ചേച്ചി പേടിക്കണ്ട, അവന്റെ ഭീഷണിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ ഇപ്പോ ഏട്ടന്റെ സ്വന്തം അനിയത്തിയ. എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഏട്ടൻ നമ്മുടെ കുടുംബത്തെയും നിന്നെയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും ഒരു ചെറിയ കുഴപ്പം പോലും സംഭവിക്കരുതെന്ന് ഏട്ടന് നിർബന്ധമുണ്ട്. ഇങ്ങനൊരു ഏട്ടനെ കിട്ടിയത് നമ്മുടെയൊക്കെ ഭാഗ്യ. അല്ല, ചേച്ചിക്ക് വിഷമമൊന്നുമില്ലേ ഏട്ടനെ പിരിഞ്ഞിവിടെ എന്റെ അടുത്ത് വന്ന് കിടക്കുമ്പോ? അങ്ങനെ ചോദിച്ചാ ചെറിയ വിഷമൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളും വലുതല്ലേ എനിക്ക് മോളുടെ കാര്യം. എന്റെ ലോകം ഇപ്പൊ എന്റെ ഏട്ടൻ മാത്രം. എന്റെ ഏട്ടന് ഒരു പോറല് പോലും ഏൽക്കുന്നത് എനിക്കിപ്പോ സഹിക്കില്ല. ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞാല് ഒരു തരം കരുതല, ഒരു സുരക്ഷിതത്വം. നമ്മുടെ ഓരോ കാര്യത്തിലും നമുക്കൊപ്പം കൂട്ടായിട്ട് ഒരാളുണ്ടെന്നുള്ള ചിന്തയാണ്. ജയപ്രകാശിന് ആ ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ എന്റെ വിശ്വാസം. നിനക്ക് നല്ല കൂട്ട് തന്നെയായിരിക്കും ജയപ്രകാശ്. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ജയപ്രകാശിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ചേച്ചി. നിങ്ങളൊക്കെ പറഞ്ഞതും അറിഞ്ഞതും അല്ലാതെ യഥാർത്ഥത്തിൽ എന്റെ ലൈഫിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയണമല്ലോ. അല്ലെങ്കിൽ അത് വലിയൊരു തെറ്റായി പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എല്ലാം ഞാൻ ജയപ്രകാശിനോട് തുറന്നു പറഞ്ഞത്. ആളിന് അതൊക്കെ കൂടുതൽ ഇഷ്ടമാവുകയും ചെയ്തു. പരസ്പരം മനസ്സിലാക്കി തുറന്ന് സംസാരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരിക്കലും പിരിയില്ല. അവരുടെ ജീവിതം സന്തോഷകരമായിരിക്കുകയും ചെയ്യും. അതെ, നമുക്ക് ഉറങ്ങാം. ഹലോ, എനിക്കും ഉറങ്ങണം. നാളെ രാവിലെ അമ്പലത്തിൽ പോകാനുള്ളതാ. അതിന് നാളെ എന്താ വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല. നിന്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തി തരണേന്ന് ദേവിയോട് പ്രാർത്ഥിക്കണ്ടേ? പിന്നെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ കുടുംബ ദൈവത്തിന്റെ അനുഗ്രഹം കൂടി ഒന്ന് വാങ്ങണം. കിടന്നു. പ്രസാദം ഞാൻ ഒരുപാട് വൈകിയല്ലേ ചേച്ചി? വെയിലല്ലേ? ആ, നല്ല വെയിലുണ്ട്. കേറട്ടെ? അങ്ങോട്ട് എടുത്തിട്ട് കേറാം. നീ അവനെ ശ്രദ്ധിക്കണ്ട. വണ്ടി എടുക്ക.
പ്രിയ, എനിക്കൊരു മിനിറ്റ് തരണം. ഒരു കാര്യം പറയാനാ. മാറടോ. എനിക്ക് പ്രിയയോട് സംസാരിക്കണമെന്ന്. അത് നിങ്ങൾ പൊയ്ക്കോ. വഴിമാറ്. അവക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. മറ്റൊരാളുമായി കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണ ഇവള്. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ പിന്നാലെ നടന്നിങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്. മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറണം. എന്താ പറഞ്ഞേ? മറ്റൊരാളുമായി കല്യാണം നിശ്ചയിച്ചെന്നോ? അതെങ്ങനെയാ എന്റെ ഭാര്യ മറ്റൊരാളുമായി കല്യാണ നിശ്ചയം നടത്തുന്നത്? ഞാൻ താലി കെട്ടിയ എന്റെ കൂടെ എത്രയോ ദിവസം ജീവിച്ച പെണ്ണാ പ്രിയ. അല്ലെങ്കിൽ ഇവള് പറയട്ടെ. അനാവശ്യം പറയരുത്. അനാവശ്യോ? പ്രിയ, നീ എന്റെ ഭാര്യയല്ലേ? അത് നീ മറന്നോ? ഭാര്യയോ? നിങ്ങൾ എന്റെ ആരുമല്ല. ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിന്റെ പേര് ജയപ്രകാശ് എന്നാ. അഡ്വക്കേറ്റ് ജയപ്രകാശ്. അയാളെ തന്നെ ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്യും. ആണല്ലേ? അതെ. ചേച്ചി, അതിന് നീ ജീവനോടുണ്ടെങ്കിലല്ലേ? ചേച്ചി, ആരെങ്കിലും ഓടി വരണേ. അവനേഷ് മാറി നിക്ക. ചേച്ചി. ചേച്ചി, 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 ചേച്ചി. ചേച്ചി, മൈ ലിറ്റിൽ കണ്ണ, എല്ലാ കാര്യങ്ങളും നേരെയാക്കി തരണേ എന്നെ കൃഷ്ണ. ഗുരുവായൂരപ്പ. അമ്മേ, അമ്മേ, ചതിച്ചമ്മേ, ചതിച്ചു. വാട്ട് ഹാപ്പൻ ബേട്ടി? നീ അവനെ ഒന്ന് വിളിച്ചേ. വിളിക്ക്. ഷോ, എന്താ കിട്ടുന്നില്ലമ്മേ.
അതെ, നീ ആ റെസ്റ്റോറന്റ് മാനേജർ ഒന്ന് വിളിച്ചേ. എന്റെ കണ്ണ, എന്റെ കൃഷ്ണ. ഹലോ മാഡം. ഹലോ, ഡി കെ ഉണ്ടോ? ഇല്ല, സാറിന് മീറ്റിംഗിന് പോയിരിക്കാം. ശരി മാഡം, ഞാൻ വിളിച്ചു നോക്കാം. ശരി, ഓക്കെ. അയ്യോ, എന്താ മോളെ? അവിടെ ഇല്ലമ്മേ, ഒരു മീറ്റിംഗിന് പോയിരിക്കും. അയ്യോ, ചതിച്ചല്ലോ എന്റെ കണ്ണ. അയ്യോ, എനിക്ക് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. പോകാം. എന്നാലും സാർ എന്ത് പണിയായി കാണിച്ചത്? ആ ഡി കെയുടെ ഭാര്യക്കിട്ട് കുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനി 4 ആൾ കാണെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ആ ഡി കെ സാറിന്റെ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. എടാ, അതിന് ഞാൻ അവളെ കൊല്ലാനാണോ പോയത്? മറ്റവളെ തീർക്കാനല്ലേ? അതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. സാറേ, ഞാൻ സാറിന്റെ സഹായിയാണെന്ന് ആ ഡി കെക്ക് നല്ലപോലെ അറിയാം. സാറിനെ കിട്ടിയില്ലെങ്കിൽ അയാൾ എന്നെ തട്ടും, അത് ഉറപ്പാ. എടാ, 10 പട്ടിക്ക് നിന്നാൾ ഇറച്ചിയില്ല നിന്റെ ദേഹത്ത്. നീ ഇങ്ങനെ പേടിക്കാതെ ഷാജി. തൽക്കാലം ഒന്ന് മാറി നിന്നേ പറ്റൂ. എന്തായാലും ആള് ചത്തിട്ടൊന്നുമില്ലല്ലോ. ചാകുമോ ജീവിക്കുമോ എന്നൊക്കെ ആർക്കറിയാം. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ലെന്നാ കേട്ടത്. സാറേ, വേറെ എന്തൊക്കെ ക്ഷമിച്ചാലും ഡി കെ ഇത് മാത്രം ക്ഷമിക്കില്ല. അയാൾ വരും. വരട്ടടാ. അതിന് നീ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട. പേടിത്തുണ്ട്. ഡി കെ വരട്ടെ. മണ്ടത്തിനും പറയില്ല സാറേ. ഭ്രാന്താണെന്ന് കരുതി ആരും മതകളകി വരുന്ന കൊമ്പന്റെ മുമ്പിൽ പോയി നിൽക്കാറില്ല. ഒറ്റ കുത്തിന് കാര്യം തീർത്തിട്ട് അവനവന്റെ പാട്ടിന് പോകും. അതുകൊണ്ട് തൽക്കാലം സാർ എങ്ങോട്ടെങ്ങനെ മാറി എന്നേ പറ്റൂ. എങ്ങോട്ട് മാറി നിൽക്കാൻ? അവനെ പേടിച്ച് എങ്ങോട്ട് മാറി നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്നാ പിന്നെ സാറ് ഇന്ന് അങ്ങോട്ട് കയറിക്കൂടെ, അല്ല പിന്നെ ഞാനും തുറയാനേ. എടാ, ഡി കെ സഹിക്കില്ല എന്നൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ എങ്ങോട്ട് മാറി നിൽക്കാനടാ? അതിന് പറ്റിയ സ്ഥലം എൻ്റെ കയ്യിലുണ്ട്. എവിടെ? കുറച്ച് ദൂരെയാ. അവിടെ ആരും സാറിനെ അന്വേഷിച്ച് വരില്ല. തൽക്കാലം നമുക്ക് അങ്ങോട്ട് മാറാം. പക്ഷേ ആശുപത്രിയിലെ വിവരങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അറിയൂടാ. അതിനൊക്കെയുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരാളെ അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ അവനറിയിക്കും. നമ്മള് പേടിച്ചോടിയാന്ന് അവന് തോന്നുന്നു. അങ്ങനെ തോന്നിയാലും സാരമില്ല. തൽക്കാലം തടി രക്ഷിക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. സാർ വന്നേ. വയലറ്റിൽ കണ്ട എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുത്. അമ്മേ, അമ്മക്കറിയില്ലേ മക്കളെ? ആ ഡോക്ടറോടൊന്ന് ചോദിക്കേ എന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന്. അമ്മേ, സർജറി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? അയ്യോ, അതെ, 2 യൂണിറ്റ് ബ്ലഡ് വേണ്ടി വരും. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഒന്ന് ബ്ലഡ് ബാങ്കിൽ പോയി ക്ലിയർ ചെയ്യണം. ശരി.
അമ്മേ ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ മുറിയിലേക്ക് പോകും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങള് ബ്ലഡ് ബാങ്ക് വരെ പോയിട്ട് വരാം. മായേ അമ്മയെ മുറിയിലേക്ക് കൊണ്ടു. നിങ്ങൾ പോയിട്ട് വാ, ഞാൻ അമ്മയെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കൊള്ളാം. വാ. അമ്മേ, അമ്മ മുറിയിലേക്ക് പോവാം. വേണ്ട മോളെ, എനിക്ക് ഇവിടെ ഇരുന്നാ മതി. അവിടെ പോയാലേ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. എന്താ അമ്മ ഇത്? ഇവിടെ ഇരുന്നാലും അവിടെ ഇരുന്നാലും ഒരുപോലെയല്ലേ? അവിടെയാണെങ്കിൽ അമ്മയ്ക്ക് അല്പനേരം കിടക്കാം. പ്രിയ, നീയും കൂടെ വാ. വേണ്ട മായേച്ചി, മായേച്ചി അമ്മയും കൊണ്ട് പൊയ്ക്കോ. ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ ചെല്ല്. വാ അമ്മേ, നമുക്ക് മുറിയിലേക്ക് പോവാം. എണീക്ക് വാ. വേണ്ട മോളെ, എനിക്ക് അങ്ങോട്ട് പോണ്ട. അവൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ, അവളെ കാണാതെ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. സുധേട്ട നിൽക്കും. സുധേട്ട, സുധേട്ട, കൊല്ലും ഞാൻ ഇന്നവനെ. എങ്ങോട്ടാ നിങ്ങൾ ഈ പോണേ? എഴി, എന്റെ മോളെ കൊല്ലാൻ നോക്കിയവനെ ഞാൻ വെറുതെ വിടണോ? സുധേട്ട, ഇപ്പൊ അതല്ല വേണ്ടത്. ഇപ്പൊ ആശുപത്രി ചെന്ന് അവളുടെ കാര്യങ്ങൾ നോക്ക്. എന്താ പറ്റിയെന്ന് അന്വേഷിക്കും. ഇല്ലടി, എന്റെ മോളുടെ ജീവൻ എടുക്കാൻ നോക്കിയവനോട് ദൈവം പുറത്താലും ഞാൻ പൊറുക്കില്ല. അതിന് സുധാകരൻ മരിക്കണം. കൊല്ലും ഞാനവനെ. അയ്യോ സുധേട്ട, സുധേട്ട. അതെ എന്റെ ചേട്ടാ, ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യ. എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. ഒന്ന് പോ സാറേ, കുറെ നാളെ ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. വേറെ തന്നെ ഇത് ചെയ്യുന്നത്. ഷാജി സാറേ, ഫോം ബെല്ലടിക്കുന്നു. ആ സാർ പറഞ്ഞു, അവിടെ സേഫ് ആണല്ലോ. പിന്നെന്താ പ്രശ്നം? എന്റെ സാറേ, സാറിന്റെ ബ്രാൻഡ് തന്നെ ഞാൻ കൊണ്ടുവരാം. പോരെ? കൊണ്ടുവരാന്ന് ഉറപ്പായിട്ടും. പറയടാ, എവിടാ അവൻ? ആര്? ആരാന്ന് നിനക്ക് അറിയത്തില്ലല്ലേ? ഇത്തരം ഞാൻ വെറുതെ വിടത്തില്ല. പറയടാ. അയ്യോ അവനെവിടെ? എവിടാന്ന് പറയടാ. അയ്യോ അവിനാഷ് സാർ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. നിനക്ക് അറിയത്തില്ല അല്ലേ? വേണ്ട വേണ്ട. അയ്യോ സിസ്റ്ററെ, എന്റെ മോക്ക് ബോധം തെളിഞ്ഞോ? ബോധമൊക്കെ തെളിഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കൊണ്ടുവരും മാഡം. ആ, മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മോളെ. അയ്യോ തൊടണ്ട, അതിലേക്ക് എടുത്തിട്ട്. അയ്യോ, ഇല്ലമ്മ കുഴപ്പമില്ല. പതുക്കെ പതുക്കെ മോളെ.
ആ തലേണങ്ങി എടുക്കൂ. എന്റെ പൊന്നു മോളെ. ഓക്കെ ആണോ? അയ്യോ എന്റെ മോളെ. ഒന്നുമില്ല അമ്മ, വിഷമിക്കണ്ട. ഇരിക്കും, എനിക്കൊന്നുമില്ല. നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. അമ്മേ, ആ ഡി കെ, ആ എത്താറായോ? വേണ്ട മോളെ. ആ ഞങ്ങളിതാ വരുന്നു. ഡി കെ എത്താറായിരുന്നു, ഞങ്ങളൊന്ന് ചെന്ന് വിളിക്കട്ടെ. വിളിച്ചോണ്ട് വാ. നടക്കുക. അമ്മ ഇങ്ങോട്ടിരുന്നേ. ഇരിക്ക. മോളെ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആ. മോളെ, നീ കണ്ണു തുറക്കുന്ന അറിഞ്ഞപ്പോഴാ ഈ അമ്മയ്ക്ക് ആശ്വാസമായത്. മോനെ, ജ്യോതി, അമ്മ എന്താ ഉണ്ടായേ? മോനെ ചതിച്ചടാ. ജ്യോതി എന്താ ഉണ്ടായേ? ഏട്ടാ, ഏട്ടാ, എന്നെ കൊല്ലാൻ നോക്കിയപ്പോഴാ ചേച്ചി ഇടയിൽ കയറിയത്. സാരമില്ല ഏട്ടാ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. തൽക്കാലം ഏട്ടൻ ഒന്നിനും പോണ്ട ഏട്ടാ. നിന്നെ തൊട്ടത് ഞാൻ സഹിക്കണമല്ലേ? മോനെ, ഇത്രയൊക്കെ ദ്രോഹം നിന്നോടും ഈ കുടുംബത്തോടും ചെയ്തിട്ടും ഞാൻ ഒന്നും ചെയ്യാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് വെറുതെ വിടരുത് മോനെ.